Hello my dear students, welcome back to CMPK Law Academy. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻ ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു, ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, റൂൾസ് നോക്കാൻ പോവാണ്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട്, പോർഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഒരിക്കലും മിസ് ചെയ്യരുത്, ഒന്നും മിസ് ചെയ്യരുത്. ലൈക്ക് ക്ലാസ്സസ് മിസ് ചെയ്യരുത്, മോക്ക് ടെസ്റ്റുകൾ മിസ് ചെയ്യരുത്. ബിക്കോസ് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ പൊതുവേ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷിനെ കാണുമ്പോൾ ഒരുമാതിരി ഭയങ്കര ഒരു അകൽച്ചയാണ്. അവർ എന്തോ ഇംഗ്ലീഷ് അവരോട് ഭയങ്കര ഉപദ്രവം ചെയ്ത പോലെയൊക്കെ അവർക്ക് ഇംഗ്ലീഷിനെ കാണുമ്പോഴേ അവർ ഓടും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, നമ്മുടെ അക്കാഡമിയിൽ ഏറ്റവും നല്ല സ്റ്റുഡൻസ് ആണ്, ലൈക്ക് ബ്രേവ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ക്ലെവർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇംഗ്ലീഷിലെ മാർക്സ് അധികം പോവാതെ നോക്കുക. ഓക്കെ, സോ എല്ലാ കൺസെപ്റ്റ്സും നല്ല ക്ലിയർ ആയി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, റാങ്ക് കിട്ടുള്ളൂ. റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ, ഗവൺമെന്റ് ലോ കോളേജസിൽ കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കാരണം അവരെവിടെയാ ഉള്ളത്, ഗവൺമെന്റ് ലോ കോളേജിൽ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ ടാക്സിന്റെ റൂൾസ് പഠിക്കാൻ പോകണം. ഓക്കെ, നമുക്ക് ഇന്ന് 3 റൂൾസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞിരുന്നു, നെഗറ്റീവ് വേർഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നെഗറ്റീവ് വേർഡ്സ്. സോ ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? സ്കേഴ്സ്ലി, barely, little, hardly, seldom. കേട്ടോ, ഇങ്ങനത്തെ ഒക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. ഓക്കെ, ഇനി ഒറ്റ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ലിറ്റിൽ എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നത്? ഈ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് എന്നൊരു മീനിങ് ഉണ്ടാവുള്ളൂ. അതായത് ലിറ്റിലിന്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചെന്നൊരു മീനിങ് ഉണ്ടാവുള്ളൂ. എൽസ് ലിറ്റിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ലിറ്റിൽ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. കാരണം എന്താ, കുറച്ചെന്നൊരു മീനിങ് ഉണ്ട്. വെറുതെ ലിറ്റിൽ ആണെങ്കിലോ ഇറ്റ് ഈസ് എ നെഗറ്റീവ് വേർഡ്. ഓക്കെ, സോ ലിറ്റിൽ കാണുമ്പോൾ ആരും എന്ത് ചെയ്യരുത്, ഡൗട്ട് ചെയ്യരുത്. Scarcely, barely, little, hardly, ഇതൊക്കെ എന്താ, നെഗറ്റീവ് വേർഡ്സ് ആ. അപ്പോ ഈ നെഗറ്റീവ് വേർഡ്സ് സെന്റൻസിൽ ഉണ്ടെങ്കിൽ ടാഗ് എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും, ചിലർ ആദ്യം കരുതും ഓക്കെ ശരി മിസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നോട്ട് ഇല്ലല്ലോ, നോട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ടാഗിൽ കൊണ്ടുപോയി നെഗറ്റീവ് ആക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് പോവും, മാർക്ക് പോവും. അപ്പൊ എന്ത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് തീരുമാനിക്കുന്നത്, സെന്റൻസിലെ നോട്ട് മാത്രമല്ല. സെന്റൻസിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ, നോട്ട് അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നോക്കി there are hardly flowers left over in basket. Are they? കണ്ടോ, there are hardly flowers left over in the basket. നോക്കിയേ, വളരെ അപ്പൊ ഇല്ല, ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ ഇല്ല, അപ്പൊ നെഗറ്റീവ് മീനിങ്. അപ്പൊ നമ്മൾ ടാഗ് എന്ത് ചെയ്തു, ആദ്യ പോസിറ്റീവ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, ലിറ്റിൽ. There is little mistakes in this letter. കത്തിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. Is it? കണ്ടോ, ഈസിന്റെ അല്ല, എന്തുകൊണ്ടാ, ലിറ്റിൽ വന്നു. സമയം ലിറ്റിൽ ആണെങ്കിൽ നമ്മളിവിടെ ഈസിന്റെ ചേർക്കണം. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, there is little mistakes in this letter, which means ലെറ്ററിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. So is it? Okay, കേട്ടോ, ഇങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാഗ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ തെറ്റിക്കരുത്. ആൻഡ് നെക്സ്റ്റ് റൂൾ, നമ്മൾ നെഗറ്റീവ് വേർഡ്സ് വന്നാൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം എന്ന് പഠിച്ചു. ഇനി ഓക്കെ, അടുത്ത എന്താണ്, if there is where in sentence then use there are tough. If you have there in sentence then use there instead of pronoun. Instead of pronoun. Okay, നമ്മൾ പറഞ്ഞു
ഓക്സിലറി പ്ലസ് pronoun ആണ് question tag. കണ്ടോ? Is it, they pronoun is auxiliary. Are they, കണ്ടോ? Pronoun auxiliary. പക്ഷേ സെന്റൻസിൽ there വരുവാണെങ്കിൽ കൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്. എങ്ങനെയാ? നിങ്ങളുടെ സെന്റൻസിൽ there ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് മാറും? ഫുൾ കഥ മാറും. അപ്പൊ എങ്ങനെ വരും? There is a park in the end of road. There is a park at the end of road. Okay, നമ്മൾ എന്താ പറഞ്ഞേ? There is a park at the end of road. റോഡിന്റെ അവസാനം എന്തുണ്ട്? പാർക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമ്മുടെ പ്രശ്നം എന്താ? ഈസ് ആണ്. നമുക്ക് വേണ്ട ഓക്സിലറി കിട്ടി, ഈസ് എഴുതി. There is a park at the end of road. അപ്പൊ സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ്സും ഇല്ല, നോയും ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ നോട്ട് കൊടുക്കും, isn't it. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താ? there. പാർക്കിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോനൗൺ കൊണ്ടുവരാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഒരു സെന്റൻസിൽ there ഉണ്ടെങ്കിൽ എപ്പോഴും ടാഗില് അതേ വരുള്ളൂ. കണ്ടോ? ഇനി there will be mock test today. നോക്കി, വില്ല് വന്നു. want എഴുതി. there ഉള്ളതുകൊണ്ട് ഒന്നും നോക്കിയില്ല. want there. കണ്ടോ? അപ്പൊ there വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ടാഗിൽ എന്ത് യൂസ് ചെയ്യണം? പ്രോനൗൺ തപ്പി പോകരുത്. there അതുപോലെ എടുത്തെഴുതണം. കണ്ടോ? if you have there in sentence, sorry ട്ടോ. ഓക്കെ, there in sentence ആണെങ്കിൽ എന്ത് ചെയ്യും? ഇൻസ്റ്റഡ് ഇവിടെ തന്നെ വരും. ഓക്കെ, സോ there വന്നു, നിങ്ങൾ എന്ത് ചെയ്തു? want there എഴുതി. ഓക്കെ, ഇനി തേർഡ് റൂൾ പറയാൻ പോവാണ്. ക്വസ്റ്റ്യൻ ടാഗ്സ് എടുക്കാൻ പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, കമ്പാരിറ്റീവ്ലി വെരി സിമ്പിൾ അല്ലേ? ഈവൻ റൂൾസ് ആണെങ്കിലും. ഓക്കെ, സോ ദ തേർഡ് റൂൾ, if the auxiliary is am, then tag should be are. നോക്കി, ഓക്സിലറി ആം ആണെങ്കിൽ ടാഗിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? ആറ് വേണം. I am shocked. Aren't I? കണ്ടോ? I am shocked. ഓക്കെ, am വന്നു. സെന്റൻസിൽ എപ്പോഴെങ്കിലും ആം വന്നു കഴിഞ്ഞാൽ ഉടനെ ടാഗിൽ എന്ത് ചെയ്തോട്ടില്ല? ആറുണ്ട്. ഇവിടെ നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട്, സി പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ടാഗ് നെഗറ്റീവ് ആക്കി. ഇനി I am not convinced. Are you? അല്ലെങ്കിൽ are I? ഓക്കെ, ഇനി ആർ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കും അല്ലേ? ഞാൻ അതിന് ആൻസർ പറഞ്ഞു തരാം. ഐ അല്ലെങ്കിൽ യു, ഈ രണ്ട് വേർഡ്സും ഇൻ മാറ്റേഴ്സ് ഓഫ് റെസ്പെക്ട് നമ്മൾ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്തൊക്കെയാണ്? I or you in matters of respect. I ആണെങ്കിലും യു ആണെങ്കിലും അവിടെ ഒന്നാണോ രണ്ടാണോ നോക്കത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? യു ആർ എന്നല്ലേ പറയുക, യു ഈസ് എന്ന് പറയോ? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഐ ആർ പറയും. ഓക്കെ, സോ ഇത് മൂന്നും എന്താണ്? ഇതൊരു എക്സെപ്ഷണൽ കേസ് ആകട്ടോ. നിങ്ങൾക്ക് ഇങ്ങനൊരു കൺസെപ്റ്റ് എക്സാമിന് ചിലപ്പോൾ വരുമായിരുന്നു. കാരണം ഒരു 10% ചാൻസസ് റിമൈനിങ്. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞത്. നോട്ട് ദാറ്റ്, സി ബാക്കി അത്രയും കൺസെപ്റ്റ് ഉള്ളപ്പം ഇത് എന്തോരം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ നോട്ട് ഷുവർ. പക്ഷെ വരാതിരിക്കാനും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയെ പോലെയാണ്. അപ്പൊ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയത്തില്ലേ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന്. അതുപോലെയാ ഈ ഒരു കൺസെപ്റ്റ് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ലെറ്റ്സ് നോട്ട് ടേക്ക് എ ചാൻസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗിന്റെ കൺസെപ്റ്റില് ഞാൻ ഇന്ന് 3 റൂൾസ് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് പോസിറ്റീവ് ടാഗ്. ഓക്കെ, രണ്ടാമത്തെ റൂൾ ഞാൻ എന്താ പറഞ്ഞേ? there ഉണ്ടെങ്കിൽ യൂസ് there instead of pronoun. മൂന്നാമത് എന്തായിരുന്നു? ടാഗില് സെന്റൻസിൽ ആം ഉണ്ടെങ്കിൽ
Aren't I should be tag. കണ്ടോ സിമ്പിൾ ആയിട്ടുള്ള 3 റൂൾസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, ഈ റൂൾസ് നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ബൈ ഹേർട്ട് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ക്ലാസ്.